ഒരാൾ അഡ്മിറ്റായി ഗൾഫ് പോണം. ആളെയാൾക്ക് എന്താണ് ഇനി ആളുണ്ടോ അവിടെ ആകച്ച് എന്താ പണി? ഓനൊടുക്കത്തെ ഛർദിയായിട്ട് ഇപ്പൊ 4 മണിക്ക് നീച്ച് രാവിലെ 4 മണിക്ക് നീച്ചോനെ കൊണ്ടുവരികയാണ്. അങ്ങോട്ട് ഇറക്കാൻ ഉള്ളിലേക്ക് ഇറക്കാൻ ട്രിപ്പ് ഇടാണ്ട് എന്താണ് സൂചിത്ത് അങ്ങനെ ഒരാളവിടെ ട്രിപ്പ് ചെയ്തിരുന്ന കയ്യൊക്കെ എന്താ ചെങ്ങായി പോകാൻ നേരത്തെ ആകെ ഇറങ്ങിയാളാക്കി സാറിച്ച് ഇതാക്കി എന്നിട്ട് ഓരോരുത്തർ കൊണ്ടുവരികയാണ്. എന്താ അതോ ചെയ്യാക്കൂര് അലയാക്ക അവിടെ കത്തുന്നു കേട്ടോ. എല്ലാരും ഇല്ല വണ്ടിമ വാരി വലിച്ച് പോന്നാണ്. ഇങ്ങനെ ഒന്നും പോണോണ്ട് ഇങ്ങനെ കുടുംബരടങ്ങാറാണ് ഇല്ലേ അമ്മ? ഇനി അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മളാരും ഉണ്ടാവൂലല്ലോ. അപ്പൊ ഇനി ട്രിപ്പൊക്കെ കയറ്റി ഞങ്ങളിഞ്ഞ് വേഗം പെരിയിൽ പോട്ടെ. അങ്ങനെ നേരെ 7 മണിയായി. ഞങ്ങളിപ്പോഴും പെരിയിലെത്തിയിട്ടില്ല. ഇന്ന് നാർത്തെ നീച്ച് എല്ലാ പരിപാടിയും കഴിച്ചണം എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല് വാങ്ങിയേക്കണേ കോഫിയും കുടിച്ചാണ്. ഇത് തിന്നിട്ട് ഛർദ്ദിച്ചുണ്ടോ നോക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഓൻ്റെ ബേക്കറി കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നാണ് ഓൻ പുറത്ത് പോയതാട്ടോ. അവിടെ അമ്മായി ഇമ്മമ്മ ഇപ്പം എത്തിക്കണം. കാര്യമായിട്ട് ആരും വരില്ല, കുടുംബക്കാരും വരുന്നില്ല. അമ്മായി ഇമ്മമ്മയുണ്ട്, ആരും മോണ്ടനും കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ ഓരോരുത്തരും ഇവിടെ നല്ല നല്ല പണിയിലാണ്. ആള് വെള്ളരിക്കും കാര്യമൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണേ. എന്തെന്നത്തെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഓന് ഛർദി ആയതുകൊണ്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചിന് നെയ്ച്ചോറും ചിക്കനും വെക്കാൻ വിചാരിച്ചിരുന്നു. പിന്നെ ഓന് ഛർദി ആയതുകൊണ്ട് വെറും ചോറും മോരുകറി ഉമ്മ അവിടെ കുട്ടികൾ പോകാതെ വണ്ടിയൊക്കെ ഏർപ്പാടാക്കണം. എന്താ മാമ പോണ പോക്കാണ്. ഇറങ്ങി കിട്ടിയാ കുഴപ്പമില്ല. ചൂടോട്ടിനെ കുറിച്ച് ഓനില്ല കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞി അത് വാങ്ങിയല്ല സത്യം ഇപ്പൊ ഫുള്ള് മുഗൽ തന്നെ കാലം. അപ്പൊ ഒന്നുകൂടെ ചെങ്ങായിമാർക്ക് വിളിച്ച ചെക്കൻ പോകാൻ ടൈം ആയോണ്ട് നിൽക്കുന്നുണ്ട്. എന്നും പായാത്ത ടൈമുണ്ട്. പെരും പാച്ചിൽ പായന് പോണെന്ന് അങ്ങനെയാണല്ലോ. അപ്പം ഓന് നല്ല ക്ഷീണവും കാര്യമുണ്ട്. ട്രിപ്പ് എത്തിയിട്ട് ഛർദിൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് നല്ല ക്ഷീണവും കാര്യമുണ്ട്. അപ്പം ഓരോ ചോറൊക്കെയും പെട്ടെന്ന് പണിയിച്ച് പിന്നെ കുറച്ച് നേരം ഇരിക്കാമല്ലോ. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയിലാണ് ഒക്കെ ആയോണ്ട് നിൽക്കണുള്ളൂ. ഓരോ ഏറ്റി നടക്കുകയാണ്. ഇവിടെ നല്ല സാധനങ്ങളുണ്ട് കയ്യില്. അപ്പൊ കോഴിക്കറി അതിലുണ്ട്, കോഴി വേട്ടയിലും ഉണ്ട്. അപ്പൊ പണി പെട്ടെന്ന് തീർക്കട്ടെ. പേക്കിങ് തുടങ്ങാണ്. തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് ഇപ്പൊ പേക്കിങ്ങും പോകാൻ നേരത്തെ ആക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നിർബന്ധിച്ച് ഓന് തീരെ താല്പര്യമില്ലല്ലോ ബേക്ക് ഇതാക്കാന്. പോണ ടൈമിൽ പിന്നെ എടുക്കേണ്ട ഒന്നും എടുക്കൂല. സമയം എത്ര 12 മണിയായി, ഇതുവരെ പേക്കിങ് ചെയ്തിട്ടില്ല. കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഓൻ മടിച്ചിരിക്കണത്. ഇപ്പൊ എങ്ങനെയുണ്ട്? പൊട്ടതായോ? അപ്പൊ ബേഗൊക്കെ ഉണക്കി ഇന്ന് ഹോസ്പിറ്റലിൽ പോയി എന്നിട്ട് ഛർദിച്ചിട്ടില്ല അല്ലേ? ഉമ്മമ്മയൊക്കെ ഉണ്ട് ഇവിടെ. അതിന് തിന്നാൻ കൊടുത്ത് ഇവിടെ ഒക്കെ ഇരുന്ന് തിന്നലാണ്. എന്താ എനിക്ക് പറയാല്ലേ, നമ്മള് സബ്സ്ക്രൈബർ പിന്നെ മറക്കരുത് അല്ലേ അമ്മമ്മ? ഓനെ മറക്കരുത് ഇല്ലേ? അടുത്ത വരയിൽ ഓനെ എന്താ നമുക്ക് ഉണ്ടാക്കണ്ടേ? കല്യാണം ഉണ്ടാക്കണം. വരുമ്പോ ഞാൻ വരികയാണോ അറിയ, 1 മാസം മുന്നേ തന്നെ. അടുത്ത വരെ സർപ്രൈസ് അയ്യോ. ഓന് പറഞ്ഞു കൊടുത്താ മതി. ഓനോടാണ് എല്ലാ വരവും പറയല്. എന്നിട്ട് നാട് ഫുള്ള് പാടുന്നിട്ടോ ഷെഫീഖിനോട് അറിയാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്താണ്
റിതുവിനോടേ ഓങ്ങ ചോദിച്ചു ചെന്നാ വരെ ഡേറ്റ് പറഞ്ഞോട് മാത്രം വന്നാൽ മതി. ഓൻ പറഞ്ഞു കൊടുക്കും. പ്രാവശ്യത്തെ വരവിന് ഇങ്ങനെ ചോദിച്ചിരുന്നു. അതിന് ഇപ്രാവശ്യം എല്ലാരോടും പറഞ്ഞ വന്നെ. കളികായിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണിത്. കാര്യമായിട്ട് ഓന് ജേഴ്സി, പന്തളിച്ചാൻ പോകുമ്പോ ജേഴ്സി, പിന്നെ ഓന് പണിസ്ഥലത്ത് യൂണിഫോം ഉണ്ട്. അപ്പൊ യൂണിഫോം കൊണ്ടുപോകണില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് പേക്കാക്കി കൊടുക്കട്ടെ. ഏതട്ടണേ ആ ജേഴ്സി ഇപ്പൊ ഇന്ന് വാങ്ങിയതല്ല ഇട്ട് പോണ്. ഓ നല്ല മോഡല് ടീഷർട്ടൊക്കെ ഇട്ടക്കണ്. അല്ല വാങ്ങിയേക്കണ്. അപ്പൊ എല്ലാരും അതിലേലി നടക്കട്ടോ. അപ്പൊ നമുക്ക് ഓനിത് മടക്കി കൊടുത്ത് വേഗം ഓരോന്ന് സെറ്റാകട്ടെ. ഇത് കരിയോ നമുക്ക് കാണട്ടോ. നിങ്ങളെന്നെ കണ്ടോളി. ചെറിയപ്പോ പാടിയില്ലാതെ പാട്ടിലോ പോകും. അപ്പൊ ഞാൻ അതേതായാലും മടക്കി കൊടുക്കട്ടെ. ചെക്കന് സുഖല്ല. റൂമത്തെ ഇരുത്താൻ കഴിഞ്ഞിട്ട് ഒരാൾ ഇവിടെ വന്ന് കുത്തിരിക്കാണ്. എന്താ സെപ്പിയൊക്കെ കൊറേ അബടി ഇവിടെയും പോയി കുത്തിരിക്കാണല്ലോ. ടൈമൊക്കെ പായല്ലെന്ന് എന്താ മകറിയല്ലേ പറയുന്നത്. എന്തായാലും പോണം, പോയേ പറ്റും. എന്നിട്ട് ഉമ്മനെ ആദ്യം ചോറ് അതാണ് വിറ്റ് ഒക്കെ മകനെ അറിയാം എന്തിനാ പോണ്. എന്താ അറിയുതോ സിയാക്കും പോവാണ്. പോവാണ് ഇജ് കാര്യോ? ഇവിടെ ചോറുന്നാൻ കൊടുത്തിങ്ങനെ ഒരാൾ ഇവിടെ ഉറങ്ങാമെന്നാണ്. ഓനെന്താ ഇവിടെ ഒരു ബെഡ്ഷീറ്റ് നല്ല ചേക്ക് വിരിച്ചതാട്ടോ. ഒരു ബെഡിന്റെ കോലം നോക്കാം. ഇത് ആദ്യം ആ ബെഡ്ഷീറ്റ് നന്നാക്കൊണ്ടിട്ടോ. എന്താടാ മുണ്ടാതെ കടക്കണം. മുണ്ടാതെ ഇവിടെ വന്ന് കടക്കുക. അപ്പൊ എന്തേ ഉണ്ടാ തോന്നില്ലേ? വയ്യാത്തോണ്ടാണോ? എന്താടാ പാവു ഒപ്പം കുത്തിരിക്കേ അടുക്കളയൊക്കെ അവിടെ ഇരിക്കവാ. അങ്ങനെ ഇപ്പൊ ഷെഫീഖിന്റെ കൂട്ടുകാരന്മാര് കൊറേ ചെക്കന്മാര് വന്നിക്കണം കേട്ടോ. അപ്പം ഇത്രയും നേരം അങ്ങനെ തോന്നൂല. ഇനി പോകാന്നില്ല മൈൻഡില്ല. ഓലൊക്കെ വന്നപ്പോ നെഞ്ഞൊക്കെ ഇങ്ങനെ ചാടണ്. അപ്പൊ ഓൽക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ ഞങ്ങള് ഓലൊക്കെ പാടെ ഉണ്ടാവും വിചാരിച്ചല്ലേ. പക്ഷെ ചോറ് തോന്നെ തീമിട്ടിക്കണം. പക്ഷെ എന്താ ഓന് സുഖമില്ലാത്തോണ്ട് നെയ്ച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ അമ്മ? വെറുംചോറാണ് ഉണ്ടാക്കിയത്. പോണടങ്ങാറില്ല. വരുമ്പോ രസാണ്, പോകുമ്പോ എന്താ അറിയാ ഉണ്ടാക്കിയിട്ട് എന്താണ്ടാക്കണ എന്തെങ്കിലും കണ്ണില്. ഞങ്ങളിപ്പോ തന്നെ കാര്യയിൽ തുടങ്ങിയിരിക്കണം. ഉമ്മ ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞ എല്ലാരും തുടങ്ങും. ഉമ്മ കാര്യയിൽ തുടങ്ങിയിരിക്കണം. ഞങ്ങൾക്ക് ഇനി ചെറിയ പോവാണെങ്കിലും ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. ഈ പോക്കാണ് ഇടങ്ങാറ്. നേരെ 1 മണിയായി. ഇപ്പൊ 1 മണിയായി. 3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്ന് പറയുന്നുണ്ട്. ചടപ്പാണ്. നിങ്ങളെല്ലാവരും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എടുത്താട്ടോ. ഇത് ഈ ഒരു വിഷയമായതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ചടപ്പാണ്. കാരണം കാര്യമായിട്ട് സന്തോഷമൊന്നും ഇന്ന് കിട്ടുന്നില്ല. അപ്പൊ ചടപ്പാണ്. അപ്പൊ ഇനി ഓരോ കൂട്ടുകാരന്മാർക്ക് ചോറ് കൊടുക്കട്ടെ. സാധാരണ കൂട്ടുകാരന്മാര് തിന്ന് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ട്രിപ്പ് ഇരിക്കുകയാണ്. ആദ്യം തിന്നതാണ് വർച്ചോനെ ഇവിടെ കേൾക്കുന്നുണ്ട്. നാത്തൂനും എന്നാ സ്നേഹ. അപ്പൊ എന്തേ മാനുവിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്തേ നിങ്ങള് കണ്ടിട്ട് പറയത് 2 ഏട്ടത്തി അഞ്ചത്തി മാതിരി ഉണ്ടോ? അമ്മായിന്റെ വയസ്സെത്ര ഉമ്മാന്റെ വയസ്സെത്ര ചോദിച്ചീനി? ഞങ്ങൾ 2 ഏട്ടത്തി ഏട്ട കുട്ടികളാണ്. അപ്പൊ വയസ്സറിയില്ലല്ലോ അല്ലേ? അതമ്മ എല്ലാരും പോയോ? ഓന്റെ ചങ്ങായിമാര് വന്നിപ്പോ പോയിട്ടുള്ളൂ കേട്ടോ. എന്താ പോലെ അറിയണേ? പോയി വാർന്നോ? പോണ്ടാന്ന് ആരേലും പറഞ്ഞോ? എയർപോർട്ടിൽ ടച്ച് ചെയ്യാതെ കൊണ്ടുപോവാന്നോ? ചോറ് തന്നിട്ട് തിന്നാൻ കഴിയുണ്ടോ? തിന്നോ? ഇനി എപ്പോഴാ ഇറങ്ങണേന്നോ? സമയൊക്കെ ആയടാ. 100 മണിയോ? ചിയാക്ക് പോവാണ്. അതോ ദുബായിക്ക് ഞാൻ തന്നെ നഴ്സറി കൊണ്ടുപോവുക.
വിമാനത്തില് പോവാണ്. വിമാനത്തില്. ആ എന്താ ചെയ്യാ? എനിക്ക് സങ്കടം ഉണ്ടോ? ഓന് അയലക്കാരോടൊക്കെ പോകാന്ന് പറയാൻ ഇറങ്ങിയാണ്. മുന്നത്തെ വരിയിലൊന്നും പറയാണ്ട്, ഇപ്പുറത്തൊന്നും പറയാണ്ട്, അപ്പുറത്തെ വരിയിലൊന്നും ആരുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് പോയി പറയട്ടെ. നേരെ ഇപ്പൊ 2 മണിയാവാനേ, ഇനി 1.5 മണിക്കൂറുള്ളൂ. ദിവ്യ ചേച്ചിയെ ഒക്കെ അവിടെ നേരം കുത്തിരിക്കാണ്. ഉമ്മമ്മകള് നോക്കിക്കാണേ. ഉമ്മമ്മ ഉണ്ട്, അമ്മായി ഉണ്ട്. എന്റെ കുട്ടി പോലെ കാര്യം ആലോചിച്ചപ്പോ എന്താലേ ഞങ്ങൾ കൂളായ 6 മാസം കഴിഞ്ഞതാ വരും. ഞങ്ങൾ ഓടി വരും. 6 മാസം നടന്നിട്ട് അറിയുമ്പോ ഈ മഴക്കാലം കഴിഞ്ഞ് വേനൽ തുടങ്ങുമ്പോൾ ഇറങ്ങി കിട്ടിയാതി എന്റെ ഭക്ഷണത്തിന് ആസ്വദിക്കുന്നു. പാഞ്ഞതൊക്കെ എന്താണ്ടിയേ? ചോറ് മന്തിയാ. എവിടെയും മന്തുണ്ടാവും. എവിടെ മാന്തിക്കോ? എവിടെ വെച്ചാ മാന്തിക്കോ? ഇവിടെ ചോറ് പറഞ്ഞു പാഞ്ഞതൊക്കെ മോണ്ടനും ചെക്കന് 4:30 ഞങ്ങൾ മാർക്ക് കൊണ്ടുപോയി ട്രിപ്പ് എടുത്തിട്ട് കൊണ്ടുവരിക. ബാത്റൂമിലടാ. ഒരാള് ഡ്രസ്സൊക്കെ മാറ്റി നിക്കാണ്. ഇന്നലെ പോയെടുത്ത ടീഷർട്ടാണ് അല്ലേ? കരയാൻ വേണ്ടി പുതിയതൊക്കെ അങ്ങനെ മറ്റോല അവിടെ ചോറുന്നാണ്. ഓലെന്തോ പ്രൊമോഷൻ കഴിഞ്ഞ് ചോറുന്നട്ടാ. അപ്പൊ വെള്ളം ഇരുന്നോളിട്ടോ. ഒന്ന് പിടിച്ചാണ്. ചെവിക്ക് കാര്യത്തില്ല എന്തിനൊക്കെ പറഞ്ഞു ചെയ്യ്. എന്താ പറയുന്നത്? വണ്ടി വന്നിട്ടില്ലല്ലോ. എവിടെ അങ്ങനെ ഇത്രയും നേരം കാത്തുന്നത് ഒരു കാറ് വരുന്നു ജയശ്രീയിലെ. അത് ബ്ലോക്കായി കുടുങ്ങിപ്പോയി. ഓട്ടോറിക്ഷക്കാണ് വടപ്പുറം വരെ പോണത്. അതുപോലെ ബാഗും കാര്യമൊക്കെ ഇവിടെ എടുത്തിരിക്കുന്നു. ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷയിൽ പോകാനാണ്. കുറച്ചേറ്റം വണ്ടി കാറ് കുറച്ച് അപ്പുറത്താണ്. അപ്പം ബ്ലോക്കിൽ വിട്ടെടുക്കാം. അപ്പൊ അവിടം വരെ ഓട്ടോറിക്ഷയിൽ പോകാൻ പോയിട്ട് വന്നിട്ടോന്ന്. എടാ എന്റെ 6 മാസം കൂടിയുള്ളല്ലോ. എല്ലാം മയ്യ പോയിട്ട് വന്നിട്ടെ. പോയിട്ട് വന്നോട്ടോ മയ്യ പോയിട്ട് വന്നു. എന്നെ കരയണ്ട, പെട്ടെന്ന് കഴിയും. കരയൊന്നും വേണ്ട. അതോടെ പെട്ടെന്ന് ഇതാ പറയുമ്പത്തിന് കഴിയും. പോകുമ്പോഴേ വന്നിട്ട് 1 മാസം തന്നെ എന്തിനു പെട്ടെന്നാ പോയത്. അതേ മൈക്ക് പെട്ടെന്ന് കഴിയും. 1 വർഷം കൂടിയല്ലല്ലോ, പെട്ടെന്ന് കഴിയും.
ലഗേജ് എടുത്തോ? എല്ലാം എടുത്തോ? എല്ലാം എടുത്തോണോ? ആ അതാണ് ചെക്കൻ വരുമ്പത്തിന് ഇനി ഒരു കുട്ടീനെ ഷംന എന്താണ് കരഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് വരും. 6 മാസം അറിയുമ്പോ ആ പോണ് അറിയുമ്പത്തിന് അത്രേ ഉള്ളൂ. താത്ത പോയി പോന്നോട്ടോന്. ഒന്നും മറന്നിട്ടില്ലല്ലോ. ഞങ്ങള് പോകൂട്ടോ.